ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ ഒരു പകരം വീട്ടൽ. അതെ ഗൈസ്, ഹരാരയിൽ 100 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ IPL SRHലെ അവരുടെ വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മ ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 0 ഔട്ടായി നിരാശപ്പെടുത്തിയെങ്കിൽ ഈ മത്സരത്തിൽ 100 റൺസ് സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത്. വെറും 47 പന്തിലാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി കുറിച്ചത്. ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഭാഗത്തുനിന്ന്. അഭിഷേക് ശർമ്മയ്ക്ക് ദ ബെസ്റ്റ് സപ്പോർട്ട് കൂടിയായിട്ട് ഋതുരാജ് ഗെയ്ക്വാഡും ഇന്ന് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം 77 റൺസാണ് ഇന്ന് നേടിയത്. ഒപ്പം അവസാന ഓവറുകളിൽ റിങ്കു സിംഗിന്റെയും വെടിക്കെട്ട് നമ്മൾ കണ്ടു. 48 റൺസാണ് റിങ്കു നേടിയത്. അതും വെറും 22 ബോളിൽ നിന്ന് 5 സിക്സാണ് റിങ്കു അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഗൈസ്, ഒരു ഗംഭീര തിരിച്ചുവരവെന്ന് തന്നെ പറയാം ഗൈസ് ഇന്ത്യയുടെ യുവതാരങ്ങളുടെ ഭാഗത്ത് നിന്ന്. അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. അദ്ദേഹത്തെ പറ്റി സൂര്യ ഇന്ന് ട്വീറ്റ് ചെയ്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ഈസ് ജസ്റ്റ് ഹിറ്റിംഗ് ലൈക്ക് വാവ് എന്നാണ് സൂര്യയുടെ കമൻട്രി. അപ്പോൾ ഗൈസ്, നമുക്ക് സ്കോർ കാർഡ് പരിശോധിക്കാം. ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് ചൂസ് ചെയ്യായിരുന്നു. എന്നാൽ ആദ്യം തുടക്കത്തിൽ തന്നെ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് വീഴുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നലത്തെ സെയിം റിപ്പീറ്റ് ആണെന്ന്. വെറും 2 റൺസ് മാത്രമേ ശുഭ്മാൻ ഗില്ലിന് എടുക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ അഭിഷേക് ശർമ്മയും ഋതുരാജ് ഗെയ്ക്വാഡും തമ്മിലുള്ള പാർട്ണർഷിപ്പ് 13ാം ഓവർ വരെ നീണ്ടു നിന്നു. ആ പാർട്ണർഷിപ്പ് അഭിഷേക് ശർമ്മ 47 ബോളിൽ നിന്ന് 100 റൺസാണ് എടുത്തത്. സെഞ്ചുറി അടിച്ചത് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റും പോയിരുന്നു. 8 സിക്സാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്, 7 4ഉം. 200+ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. ഋതുരാജ് ഗെയ്ക്വാഡ് ആവട്ടെ 47 ബോളിൽ നിന്ന് 77 റൺസാണ് അടിച്ചു കൂടിയത്. 11 4ഉം 1 സിക്സാണ് ഋതുരാജിന്റെ നേട്ടം. അവസാനം വന്ന റിങ്കു സിംഗ് ആവട്ടെ പൊളിച്ചടക്കി എന്ന് പറയാം. 22 ബോളിൽ നിന്ന് 48 റൺസാണ് റിങ്കു നേടിയത്. 5 സിക്സും 2 4ഉം തന്നെ 5 സിക്സും 2 4ആണ് റിങ്കു അടിച്ചു കൂട്ടിയത്. നമ്മുടെ MS ധോണിക്ക് പകരക്കാരൻ എന്ന് തന്നെ പറയാൻ സുഹൃത്തുക്കളെ. ഫിനിഷർ, ദ ബെസ്റ്റ് ഫിനിഷർ കറന്റ്ലി ഇൻ ഇന്ത്യ ക്രിക്കറ്റ്. ഇനി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബ്വേയുടെ ഇന്നിങ്സ് നോക്കാം. സിംബാബ്വെ ഇന്നിങ്സിൽ മധ്വേര ഒഴിച്ച് മറ്റാർക്കും കാര്യമായ സ്കോർ കണ്ടെത്താനായില്ല. അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇന്നസെന്റ് 3 ബോളിൽ നിന്ന് 4 റൺ മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. ബ്രയൻ ബെന്നറ്റ് 9 ബോളിൽ നിന്ന് 26 റൺസാണ് അദ്ദേഹം നേടിയത്. ഞാൻ പറഞ്ഞ പോലെ മധ്വേര 39 ബോളിൽ നിന്ന് 43 റൺസാണ് അദ്ദേഹം നേടിയത്. രവി ബിഷ്ണോയ് അദ്ദേഹത്തെ മടക്കുകയായിരുന്നു. ഡിയോൺ മയേഴ്സ് 1 ബോളിൽ നിന്ന് റണ്ണൊന്നും എടുക്കാതെയാണ് അദ്ദേഹം പുറത്തായത്. അവരുടെ ക്യാപ്റ്റൻ രാസ 4 ബോളിൽ നിന്ന് വെറും 4 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു. അതൊരു ബിഗ് വിക്കറ്റ് ആയിരുന്നു. ജോണതൻ ക്യാമ്പൻ അദ്ദേഹം 18 ബോളിൽ നിന്ന് 10 റൺസാണ് നേടിയത്. അങ്ങനെ പോകുന്നു സിംബാബ്വേയുടെ ബാറ്റിംഗ്. അവസാനം 134 റണ്ണിന് അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ബോയ്സ്, ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ മുകേഷ് കുമാർ 3 ഓവറിൽ 37 റൺസാണ് അദ്ദേഹം വിട്ടു നൽകിയത്. 3 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മ 3 ഓവറിൽ 36 റൺസാണ് അഭിഷേക് ശർമ്മ വിട്ടു നൽകിയത്. ആവേശ് ഖാൻ ആവട്ടെ 3 ഓവറിൽ 15 റണ്ണും 3 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. രവി ബിഷ്ണോയ്, ഇന്നലത്തെ സൂപ്പർ സ്റ്റാർ എന്ന രവി ബിഷ്ണോയ് 4 ഓവറിൽ 11 റൺസാണ് രവി ബിഷ്ണോയ് വിട്ടു നൽകിയത്. 2 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. എക്സലൻസ് സ്പെല്ല് എന്ന് തന്നെ പറയാം. ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ 4 ഓവറിൽ 28 റൺസാണ് അദ്ദേഹം വിട്ടു നൽകിയത്. 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. അടുത്തത് റയാൻ പരാഗും ഇന്ന് 1 ഓവറും ചെയ്തിരിക്കുന്നു. റയാൻ പരാഗ് 1 ഓവറിൽ 5 റൺസാണ് വിട്ടു നൽകിയത്. അങ്ങനെ സിംബാബ്വെ 134 റണ്ണിന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു നമ്മുടെ ടീം ഇന്ത്യ. അപ്പോൾ ഗൈസ്, ഇന്ത്യയുടെ യുവതാരങ്ങൾ അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത മത്സരത്തിൽ സഞ്ജു ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ. അടുത്ത മത്സരം അടുത്ത ബുധനാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ്.